ഡോക്ടർ ശിശിരയ്ക്ക് ഒരു വ്യക്തിപരമായ പ്രശ്നം വന്ന് അവരുടെ ആദ്യത്തെ കുഞ്ഞിന് ഒരു സിബ്ലെറ്റിനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച് അവർ രണ്ടാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റായി. അപ്പോൾ രണ്ടാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയപ്പോൾ അതിന് കുറേ പ്രോബ്ലംസ് വന്നു. ഇവരാരാണ്? ശിശുരോഗ വിദഗ്ധയാണ് അല്ലേ? അപ്പോഴേ ഇവരുടെ കുഞ്ഞിന് പ്രശ്നം വന്നപ്പോഴേ ഈ ലോജിക്ക് അവിടെ നിന്ന് മാറും. അതാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് ലോജിക്കല്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് സ്വന്തമായൊരു പ്രശ്നം വരുമ്പോഴാണ് വിശ്വാസം എന്താണ്, ലോജിക്ക് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാകേണ്ടത്. മറ്റുള്ളവരെ നമുക്ക് അത് ലോജിക്കല്ല, റീസണബിൾ അല്ല എന്നൊക്കെ പറയാമെങ്കിലും നമ്മളുടെ ഒരു വിഷയമായി മാറുമ്പോൾ നമ്മളെ ഫെയ്റ്റിനെ നമ്മൾ കൺഫ്രണ്ട് ചെയ്യും. നമ്മുടെ ഫെയ്റ്റിന് നമ്മളുമായിട്ടൊരു അഭിമുഖം വരുന്ന ഒരു സമയത്ത് നമ്മൾ നോക്കുന്നത് അത് ഉപയോഗിക്കുന്ന മെഷർമെൻറ്റ് ലോജിക്കലാണോ നോൺസെൻസ് ആണോ എന്നല്ല പ്രശ്നം. രക്ഷപ്പെടുക എന്നുള്ളതായിരിക്കും അവിടെ ലോജിക്ക്. അപ്പോൾ ഈ കുഞ്ഞിന് വയറ്റിൽ കിടക്കുന്ന ഗർഭസ്ഥ ശിശുവിന് പ്രോബ്ലംസ് ഉണ്ടായി. അങ്ങനെ വന്നപ്പോൾ ഇവരെന്നാ ചെയ്യണത്? ഇവർ നേരെ കൺവേർട്ട് ചെയ്യും. തൽക്കാലം സയൻസിനെ മാറ്റിവെക്കും. അതാണ് വിഷയം. ഇതിലെന്ത് ചെയ്യും? അവർ സ്കാൻ ചെയ്യുന്നതിന് മുമ്പ് ഉടമ്പടി തൈലം അടിവയറ്റിൽ കുരിശിട്ട് വിശ്വാസപ്രമാണം ചൊല്ലും. ആ സാക്ഷ്യം കേൾക്കുന്നത് നല്ലതാണ്. ഞാൻ ആ രീതിയിലാണ് ആ സാക്ഷ്യം എടുത്തത്. അപ്പോൾ പിന്നീട് എന്ത് ചെയ്യും? പിന്നീട് പറയും, ഞാൻ സ്കാൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ സ്കാനിങ് മെഷീൻ്റെ അവിടെ കൊണ്ടുപോയി ഉപ്പിട്ടിട്ട് വിശ്വാസപ്രമാണം ചെല്ലും. അപ്പോൾ കാര്യം പറഞ്ഞാൽ കണ്ടില്ലേ? അപ്പോൾ ടോട്ടലി സയൻറ്റിഫിക് ആൻഡ് ലോജിക്കുമായിട്ട് ഒരു ബ്രെയിൻ ടോൺ ചെയ്താലും എന്നിട്ട് ഇവർ ഈ സാക്ഷ്യം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ശിശിര പറയണത് പല കാര്യങ്ങളും ബിയോണ്ട് സയൻസാണ്. And beyond science there is a power. കാര്യം എന്താണ്? അവർ ബിയോണ്ട് സയൻസ് ദർ ഇസ് എ പവർ. പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നത് ബിയോണ്ട് സയൻസാണ്, ശാസ്ത്രാതീതമായിട്ടാണ് സംഭവിക്കുന്നത്. അപ്പം ശാസ്ത്രത്തിനപ്പുറത്ത് ഒരു ശക്തി എല്ലാ മേഖലകളിലും നമ്മളെ നിരീക്ഷിക്കപ്പെടുന്നുണ്ട് ശാസ്ത്രപ്പുറത്ത്. ഇനി ശാസ്ത്രത്തിന് പുറത്ത് ഒരു എല്ലാ വിഷയങ്ങൾക്കും വരുന്ന ഒരു ഫെയ്ത്തിൻ്റെ ഓപ്ഷൻ, വിശ്വാസത്തിൻ്റെ ഒരു സാധ്യത. ഈ വിശ്വാസത്തിൻ്റെ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാലും അത് നമ്മളിലേക്ക് ആപ്ലിക്കേറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന മെഷീനറി, അതാണ് പ്രോബ്ലം. ഇപ്പോൾ ഡോക്ടർ ശിശിര പറയുന്നു ബിയോണ്ട് സയൻസ് ദർ ഇസ് എ പവർ. ഓക്കെ, ദാറ്റ്സ് ഓക്കെ. എന്നിട്ട് ഈ പവറിന് പക്ഷെ നമ്മളുടെ ഗർഭത്തിൽ കിടക്കുന്ന ഈ കുഞ്ഞിൻ്റെ വൈകല്യങ്ങളിലേക്ക് എങ്ങനെയാണ് ഈ പവറിനെ ആപ്ലിക്കേറ്റ് ചെയ്യണത്? അതിന് ബൈബിൾ ഉപയോഗിക്കുന്ന തിയറി എന്താണത്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അത് തിരിച്ച് മറച്ചു വിട്ടാൽ എന്താ പറയണത്? നോട്ട് ബൈ ലോജിക് ബട്ട് ബൈ ഫെയ്ത്ത്. കണ്ടാ? അപ്പോൾ ലോജിക്ക് ഇല്ല ഇവിടെ ജീവിതത്തിൽ. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് നമ്മൾ പറയുന്നു അല്ലേ? അതാണ് ഇതിൻ്റെ ഈ ഉടമ്പടിയുടെ ബേസിക് പ്രിൻസിപ്പിൾ. അതെന്താണ്? അത് പഴയ നിയമവും പുതിയ നിയമവും കൺകർ ചെയ്യുന്ന ഒരു ഫോർമുലയാണ്. പുതിയ ആൾക്കാരൊക്കെ അത് കേൾക്കണം. പണ്ടൊക്കെ ഞാൻ എപ്പോഴും പറയുമായിരുന്നു, Take the bread of God, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എഫേസ്യോസ് 2:8 പറഞ്ഞു. എഫേസ്യോസ് 2:8. എഫേസ്യോസ് എന്ന് പറയുമ്പോൾ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനമാണ്. എഫേസ്യോസ് സഭയ്ക്ക് എഴുതിയ ലേഖനം, 2-ാം അധ്യായം 8-ാം വാക്യം. വിശ്വാസം വഴി
കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. അതായത് ആർജിതമല്ല, അനുഗ്രഹമാണെന്ന് പറയത്തില്ലേ. അപ്പം നമ്മളുടെ ഈ ലോകത്തുള്ള എല്ലാ വിഷയങ്ങൾക്കും രണ്ടായിട്ട് തിരിക്കും നമ്മൾ. എന്താണ് ആർജിതവും എന്ന് വെച്ചാൽ ആർജിതം നമ്മൾ നേടിയെടുത്തത്, പിന്നെ അനുഗ്രഹപ്രകാരം ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് പറ്റത്തില്ല. അതാണ് എൻ്റെ അത് വിഷയം. ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റത്തില്ല. അപ്പം നേടിയെടുക്കാൻ പറ്റാതെ വരുമ്പോൾ പിന്നെയുള്ള മാർഗം എന്താണ്? പ്രാർത്ഥനയല്ല, പ്രഖ്യാപനമാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? ആ പ്രഖ്യാപനം തന്നെ. ഇപ്പം പ്രാർത്ഥന, പ്രഖ്യാപനം, പ്രയോഗം, വിശ്വാസം. നമുക്ക് ദൈവത്തിനിത് സാധ്യമാണെന്ന് പറയുമ്പോഴും ഈ ദൈവത്തിന് ഡോക്ടർ ശിശുയുടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ വൈകല്യങ്ങളിലേക്ക് ആപ്ലിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 തരം മിഷനറിയാണ് ഉപയോഗിക്കുന്നത്. ഒന്നെന്താണ്? പ്രെയർ. രണ്ടാമത്തത് എന്താണ്? പ്രഖ്യാപനം. മൂന്നാമത്തത് എന്താണ്? പ്രയോഗം. സാധാരണ ക്രിസ്ത്യാനികളും അല്ലെങ്കിൽ ആത്മീയ മേഖലയിലും ദൈവത്തിൻ്റെ കൂടെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരും ആത്മീയമായിട്ടൊക്കെ കാര്യങ്ങൾ സമീപിക്കുന്നവരും പകുതി മുക്കാലും ഉപയോഗിക്കുന്നത് പ്രാർത്ഥനയാണ് ഉപയോഗിക്കുന്നത്, സാധാരണ ഉപയോഗിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്ന് പറയണത് എന്താണ്? എൻ്റെ പ്രോബ്ലം, യഥാർത്ഥ പ്രോബ്ലം, അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ്, ലോ ഇൻവെസ്റ്റ്മെൻറ്റാണ്. അതാണ് ഏറ്റവും പ്രശ്നം. ലോ ഇൻവെസ്റ്റ്മെൻറ്റ്. പ്രാർത്ഥനയുടെ ഒരു പരാധീനത എന്ന് പറയുന്നത് ലോ ഇൻവെസ്റ്റ്മെൻറ്റാണ്. അതായത് താഴ്ന്ന നിലവാരത്തിലുള്ള നിക്ഷേപം. എന്താ താഴ്ന്ന നിലവാരത്തിലുള്ള നിക്ഷേപം എന്ന് പറയണത്? നമുക്ക് പ്രാർത്ഥനയ്ക്ക് മുതൽ മുടക്കൊന്നും ഇല്ലല്ലോ. എന്ത് ചെയ്യണം? നമ്മളിരുന്നുകൊണ്ട് ചിലർക്ക് കർണക്കൊന്ത ചെല്ലും. അത് മടിച്ചുകൾ മാത്രമേ കർണക്കൊന്ത ചെല്ലത്തുള്ളൂ. ജപമാലയെക്കുറിച്ചൊക്കെ ആഴമായ ബോധ്യങ്ങളില്ലാത്തവരാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണത്. കർണക്കൊന്ത സഭയുടേതാണ്, അതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷേ അതേസമയം തന്നെ എപ്പോഴും ഓർക്കേണ്ടത് രക്ഷാകര ദിവ്യരഹസ്യങ്ങൾ അട്ടിമുട്ടി നിറഞ്ഞു നിൽക്കുന്ന കാലത്തിലൂടെ പ്രയോഗിച്ച് യുദ്ധങ്ങൾ ജയിച്ച പരിശുദ്ധ ജപമാല നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ ബുദ്ധിയും ബോധമുള്ളവർ വേറെ അത് ഉപയോഗിച്ചിട്ട് മാത്രമേ മറ്റുള്ള അതിനേക്കാൾ ഇതുവരെ പ്രൂവൺ ചെയ്യാത്ത വിഷയങ്ങൾ ഉപയോഗിക്കത്തുള്ളൂ. ഇതൊക്കെ പ്രൂവ് ചെയ്യണേ. ഇപ്പോൾ കണ്ണക്കൊന്തൊക്കെ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി? 50 കൊല്ലം പോലും ആയില്ല. അതൊക്കെ പ്രൂവ് ചെയ്തിട്ടില്ലല്ലോ. അതിൻ്റെ വിശ്വാസ രാക്ഷസന്മാരൊക്കെ വരുമ്പോൾ പ്രൂവ് ചെയ്യാമായിരിക്കും. പക്ഷേ കണ്ടൻറ്റ് വൈസ് എപ്പോഴും എങ്ങനെയാണ്? കൃപാസനം എപ്പോഴും പ്രൊമോട്ട് ചെയ്യണത് എന്താണ്? ജപമാല മാത്രമേ പ്രൊമോട്ട് ചെയ്യത്തുള്ളൂ, വേറെ ഒരു സാധനം പ്രൊമോട്ട് ചെയ്യത്തില്ല. അതിൻ്റെ കാരണമെന്ന് പറയണത് മറ്റേ തെറ്റാണെന്നല്ല പറയുകയല്ല, അത് സഭ അംഗീകരിച്ചതാണ്. പക്ഷേ മിഷനറിയുടെ പവർഫുൾനെസ് വ്യത്യാസമുണ്ട്. രക്ഷാകര സംഭവങ്ങളെ അഷാദ രഹസ്യം മുതൽ ഭൂസ്വലോകം രാജ്ഞിയായിട്ട് മുടിതിരിപ്പിക്കപ്പെട്ടതിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ മാതാവിനെക്കുറിച്ചല്ല ധ്യാനിക്കുന്നത്. സമ്പൂർണ്ണ ബൈബിളാണ് നമ്മൾ ധ്യാനിക്കുന്നത്. രക്ഷാകര സംഭവങ്ങൾ അതിൻ്റെ വിശ്വാസ പ്രഖ്യാപനങ്ങളാണ്. അത് ഇത്തിരി പാടുവാണ് ശരിക്കും പറഞ്ഞ്. അതല്ല, ശരിക്കും പാടുവാണ്. തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും ഈ ആൾത്താരിയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ നൽകിയ അനുഗ്രഹത്തിന് ആദ്യമേ നന്ദി പറയുന്നു. എൻ്റെ പേര് നീതു, ഇതെൻ്റെ ഭർത്താവ് രതീഷ്, മകൻ ഏബൽ ആർ ക്രിസ്റ്റി. ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട എന്ന് പറയുന്ന സ്ഥലത്ത് കിളിയൂർ ഉണ്ണിമിശിഹ ദേവാലയത്തിൽ നിന്നും വരുന്നു. ഞാൻ ഇവിടെ കൃപാസനത്തിൽ വരാനുണ്ടായ സാഹചര്യം, ഞാൻ ആദ്യമേ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് ഞാൻ തന്നെ അറിയാതെ എൻ്റെ യൂട്യൂബിലേക്ക് കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ ഞാൻ കാണുമായിരുന്നു. അതായത് യൂട്യൂബ് എടുക്കുമ്പോൾ
ഞാൻ കാണുന്നത് അതിൻ്റെ സ്ക്രീനിൽ ആദ്യം വരുന്നതെല്ലാം ഇവിടുത്തെ സാക്ഷ്യങ്ങളായിരുന്നു. അപ്പോൾ ഞാൻ ആ സാക്ഷ്യങ്ങൾ കാണാൻ തുടങ്ങി. പിന്നെ എന്താണ് കൃപാസനം എന്ന് ഞാൻ അന്വേഷിച്ചു. യൂട്യൂബിൽ ധാരാളം സാക്ഷ്യങ്ങൾ കണ്ടു. ഉടമ്പടി എന്താണെന്ന് യൂട്യൂബിൽ നോക്കി ഞാൻ അത് അറിഞ്ഞു. ഉടമ്പടി നിബന്ധനകളെക്കുറിച്ച് യൂട്യൂബിലെ അച്ഛൻ്റെ ടോക്കുകൾ വഴി ധാരാളം ഞാൻ കേട്ടു. അങ്ങനെ വളരെ ആഗ്രഹിച്ചിട്ടാണ് ഇവിടെ വരുന്നത്. ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 16/7/2024 ഉടമ്പടി ആദ്യം എടുക്കുമ്പോൾ ഞാൻ വെച്ച എൻ്റെ ഒരു നിയോഗം, അത് മനുഷ്യന് അസാധ്യമായ ഒരു വിഷയമാണ്. അത് ദൈവമാതാവ് തിരുക്കുമാരനിലൂടെ ഞങ്ങൾക്ക് സാധിച്ചു നൽകി. വിഷയം ഇതാണ്: എൻ്റെ ഭർത്താവ് ഒരു ഗവൺമെൻറ് സർവീസിലെ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം, നമുക്കറിയാം, PSCയിൽ ഗവൺമെൻറ് ജോലിയിൽ കയറുമ്പോൾ പ്രൊബേഷൻ കാലയളവ് എന്ന് പറയുന്നത് 1 വർഷമാണ്. പക്ഷേ അദ്ദേഹം ജോലിയിൽ കയറിയിട്ട് ഏകദേശം 7 വർഷത്തോളം കഴിഞ്ഞു. അദ്ദേഹത്തിന് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം നമുക്കറിയാം, PSC വെരിഫിക്കേഷന് ചെല്ലുമ്പോൾ അവിടെ നമുക്കൊരു ഓൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കും. അപ്പോൾ അദ്ദേഹത്തിന് നിലവിൽ ജോലി ചെയ്യുന്ന ആ ഒരു സർവീസിൽ OTV സർട്ടിഫിക്കറ്റ് ആദ്യം ലഭിച്ചിരുന്നു. എന്നാൽ ഇതിൽ ജോയിൻ ചെയ്ത ശേഷം പോലീസിലേക്ക് അഡ്വൈസ് വന്നു. അപ്പോൾ ഇവിടെ നിന്നും താൽക്കാലികമായിട്ട് അതിലേക്ക് ജോയിൻ ചെയ്തു. ട്രെയിനിങ് പീരീഡിൽ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ തിരിച്ചു വന്നു. പക്ഷേ സർവീസ് ബുക്കും മറ്റു കാര്യങ്ങളും ഇതിന് ഓഫീസിലേക്ക് അയച്ചു കൊടുത്തു. പക്ഷേ നിലവിലെ സർവീസിലെ OTV സർട്ടിഫിക്കറ്റ് അവരുടെ കയ്യിലായിരുന്നു. ഒരു കാരണവശാലും അത് തിരികെ നൽകുന്ന ഒരു അവസരം ഉണ്ടായിരുന്നില്ല. പലതവണ അവരുമായി കോണ്ടാക്ട് ചെയ്തു, പല ഉദ്യോഗസ്ഥരെ കണ്ടു, പക്ഷെ ഒന്നും നടന്നില്ല. ആ ഒരു OTV സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ മാത്രമേ ഈ നിലവിലെ സർവീസിലെ OTV നമുക്ക് കിട്ടിയാൽ മാത്രമേ നിലവിലെ സർവീസിലെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ചു, നിയോഗം വെച്ചു, പ്രാർത്ഥിച്ചു. 3 മാസം കഴിഞ്ഞു. ഞാൻ വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കി. ആദ്യ ഉടമ്പടി പുതുക്കലിന് ശേഷം ആദ്യമായിട്ട് ഈ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പേപ്പർ ആദ്യമായിട്ട് മൂവ്മെൻറ്റ് ചെയ്തു തുടങ്ങി. അത് പരിശുദ്ധ അമ്മയുടെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. നമ്മളായിട്ട് ഹസ്ബൻഡ് ഒരു ഓഫീസിലും പോയിട്ടില്ല. സഞ്ചാരി മാതാവ് തന്നെയാണ് അവിടെ പ്രവർത്തിച്ചത് ഞങ്ങൾക്ക് വേണ്ടി. അപ്പോൾ അങ്ങനെ പ്രോസസ്സിങ് തുടങ്ങി. വീണ്ടും അവിടെ ഡിലേ ആയി. പിന്നെ വീണ്ടും ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ വീണ്ടും ആ പേപ്പറുകൾ PSC ഓഫീസിലേക്ക് അയച്ചു. അവിടെ നിന്നും ഒന്നുകിൽ OTV സർട്ടിഫിക്കറ്റ് ഡ്യൂപ്ലിക്കേറ്റ് അനുവദിക്കണം, അല്ലെങ്കിൽ പുതിയ OTV അനുവദിക്കണം. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് അനുവദിക്കാൻ കഴിയില്ലെന്ന് PSCയിൽ നിന്ന് അറിയിച്ചു. തുടർന്ന് വർക്ക് ചെയ്യുന്ന സർവീസിലെ ഡയറക്ടറേറ്റിൽ നിന്നും ഇതുമായി വിശദീകരിച്ച് ഒരു കത്ത് തന്നെ PSCക്ക് അയച്ചു. അങ്ങനെ അവിടുന്ന് പുതിയ ഒരു OTV അനുവദിച്ചു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയി. പക്ഷേ വീണ്ടും ഡിസംബറിൽ പ്രവേശനം ഡിക്ലെയർ ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പിച്ചതായിരുന്നു. പക്ഷേ അവിടെ വീണ്ടും തടസ്സം വന്നു. അങ്ങനെ ജനുവരിയിൽ ഹസ്ബൻഡ് ഓഫീസിൽ പോയി കാര്യം തിരക്കിയപ്പോൾ അവിടെ ഇദ്ദേഹത്തിൻ്റെ സർവീസിൽ ഒരു പേപ്പർ കാണാനില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഭാഗത്ത് തെറ്റല്ല, ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് തെറ്റാണ്. അപ്പോൾ അവർ കണ്ടെത്തി വച്ചോളാം, പൊക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഒന്നും നടന്നില്ല. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് ഫോൺ വിളിച്ചു, അവർ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ ഇവിടെ നിന്ന് പോയി ഓഫീസിൽ കയറി ഹസ്ബൻഡ് തന്നെ ആ ഉദ്യോഗസ്ഥരോടൊപ്പം പേപ്പറുകൾ തിരക്കി കണ്ടുപിടിച്ച് അത് കൊടുത്തു. എന്നിട്ടും അവർ ആ പേപ്പർ ഇപ്പം നിലവിൽ ജോലി ചെയ്യുന്ന ഓഫീസിലേക്ക് അയച്ചുകൊള്ളാമെന്ന് പറഞ്ഞു. വീണ്ടും അവർ തന്നെ അവിടെ ഡിലേ വരുത്തി. അങ്ങനെ ഹസ്ബൻഡ് പറയായിരുന്നു, ഈ നവംബർ ആയപ്പോൾ സർവീസിൽ 8 വർഷം പൂർത്തിയായി.
അപ്പോൾ ഇത്രയും വളരെ വിഷമമാണ് അദ്ദേഹത്തിന്. പ്രൊമോഷൻസ് എഴുതാനുള്ള എക്സാമുകൾ ധാരാളം പോയി കയ്യിൽ നിന്ന്. അപ്പോൾ ഗ്രേഡിങ് നഷ്ടപ്പെട്ടു. ഇത്ര 8 വർഷമായി. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ വിഷമിച്ചു ഇരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ ലൈറ്റ് കാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു. ജനുവരി 29 ഇട്ടു, പ്രാർത്ഥിച്ചു. കറക്റ്റ് ഒരാഴ്ചയായപ്പോൾ 5/2/2026 ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തുകൊണ്ടുള്ള ഓർഡർ ആയിട്ടുണ്ട്, എല്ലാം ഓക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. പരിശുദ്ധ അമ്മയ്ക്ക്, കാരണം ഈ 7 വർഷത്തോളം കഴിഞ്ഞു. ഈ നവംബർ കൂടെ ആകുമ്പോൾ 8 വർഷം. അപ്പോൾ 8 വർഷത്തോളം അലങ്ങി നടക്കുകയായിരുന്നു ഇതിൻ്റെ പുറകെ. പല ഓഫീസുകൾ കയറിയിറങ്ങി, ഉദ്യോഗസ്ഥരെ കണ്ടു, ഒന്നും നടന്നില്ല. പക്ഷേ ഉടമ്പടിയിൽ മാതാവ് വഴിയാണ് വെറും 7 മാസം കൊണ്ടാണ് ഈ ഒരു പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ സാധിച്ചത്. അത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ് ഇവിടെ പ്രവർത്തിച്ചതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഓരോ തവണ ഓഫീസിൽ പോകുമ്പോഴും ഇവിടെ നിന്ന് ലഭിച്ച ഉടമ്പടി ഉപ്പ് കൈവശം കൊടുത്തു വിടും. ഓഫീസിൽ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ, അതായത് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന അവരുടെ ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടല്ലോ, അതായത് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ ഓഫീസിലും ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ ടേബിളിൽ ഈ ഉപ്പ് വിതരണം എന്ന് പറഞ്ഞ് കൊടുത്തു വിടും. അപ്പോൾ വിശ്വാസത്തോടെ അദ്ദേഹം അത് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വളരെ വേഗത്തിൽ തന്നെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ അനുവദിച്ചു. അമ്മയ്ക്കും തിരുക്കുമാരനും ഒത്തിരി നന്ദി പറയുന്നു. രണ്ടാമതായിട്ട് നമുക്കറിയാം, ഒരു ഗവൺമെൻറ് സർവീസിൽ ചെയ്യുന്ന ഉദ്യോഗസ്ഥന് 3 വർഷം ഒരു ഓഫീസിൽ പ്രവർത്തിക്കാം. അത് കഴിയുമ്പോൾ അവരെ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യണമെന്നാണ്. അപ്പോൾ അദ്ദേഹം ജോയിൻ ചെയ്ത സ്ഥലത്ത് ഏകദേശം 6-7 വർഷത്തോളം അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയായിരുന്നു. അതായത് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നതിനുള്ള തടസ്സം കൊണ്ട് അവിടെ തന്നെ തുടരുകയായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം ഇങ്ങനെ പറ്റില്ല, എല്ലാ ഉദ്യോഗസ്ഥരെയും 3 വർഷം കംപ്ലീറ്റ് ആയവരും കൂടുതലായവരെയും സ്ഥലം മാറ്റണം എന്ന ഒരു ഓർഡർ വന്നു. തുടർന്ന് ഹസ്ബൻഡിനെയും ട്രാൻസ്ഫറിന് പേപ്പർ വന്നത് നിലവിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നും 35 കിലോമീറ്റർ ദൂരം പോകണം. അവിടെ യാത്രാ സൗകര്യം കുറവാണ്, പിന്നെ ആനകളുടെ ശല്യമുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് അങ്ങോട്ട് കിട്ടിയാൽ ഞാൻ പോകത്തില്ല, എനിക്ക് ബുദ്ധിമുട്ടാണ്, പേടിയാണെന്ന് പറയും. അപ്പോൾ ഞാൻ തിരിച്ചൊന്നും പറഞ്ഞില്ല. ഞാൻ അത് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം അത് മാതാവിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ വീടിനടുത്തുള്ള ഒരു ഓഫീസിൽ ഒഴിവുണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ അദ്ദേഹം അവിടെ ഓഫീസിൽ പോയി അന്വേഷിച്ചു, ഡയറക്ടറേറ്റിൽ പേപ്പർ നൽകി. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട്, നടക്കില്ല എന്ന് വിചാരിച്ചതാണ്. കാരണം ഇത്ര അടുത്തേക്ക് നമുക്ക് കിട്ടണമെങ്കിൽ അതൊരിക്കലും നമ്മുടെ ഒരു സാഹചര്യം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു കഴിവ് കൊണ്ട് ഒരിക്കലും ലഭിക്കത്തില്ല. അത് ദൈവം തന്നെ പ്രവർത്തിക്കണം. അപ്പോൾ പേപ്പർ കൊടുത്തു. ഉടനെ തന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അടുത്തുള്ള ഓഫീസിലേക്ക് വെറും 15 മിനിറ്റ് യാത്ര ചെയ്താൽ മതി. അടുത്തുള്ള ഓഫീസിലേക്ക് ട്രാൻസ്ഫർ നൽകി. മാതാവ് അനുഗ്രഹിച്ചു. അതിന് മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. ഇവിടെയും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ തന്നെയാണ് പ്രവർത്തിച്ചത്. കാരണം ധാരാളം പേര് അടുത്ത് ജോലി ചെയ്യുന്നതിന് വേണ്ടി ട്രാൻസ്ഫറിന് സ്വന്തം ജില്ലയിൽ കൊടുത്തിട്ട് പോലും കിട്ടാത്ത സാഹചര്യം ഒത്തിരി ഉണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ അമ്മ തന്നെയാണ് പ്രവർത്തിച്ചത് ഞങ്ങൾക്ക് വേണ്ടി. അതിന് അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. അടുത്തതായിട്ട് എനിക്ക് ഒരു 6 മാസത്തോളം എൻ്റെ 2 ബ്രസ്റ്റിനും ശക്തമായ വേദനയായിരുന്നു. അപ്പോൾ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടെ കാണിച്ചു. അപ്പോൾ നല്ല വേദന ഉള്ളതുകൊണ്ട് അവർ സ്കാൻ ചെയ്തു. പക്ഷേ ടാബ്ലറ്റ് തന്നിട്ടും എനിക്ക് മാറ്റം വന്നില്ല. വേറൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തു, ഒരു മാറ്റവും വന്നില്ല. പക്ഷേ ഞാൻ ഉടമ്പടി തൈലം നിരന്തരം ഉപയോഗിച്ച് ബ്രസ്റ്റിൽ പുരട്ടി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ പോലും അറിഞ്ഞില്ല എന്നിൽ നിന്ന് ആ വേദന എന്നാണ് മാറിപ്പോയതെന്ന്. ഇപ്പോൾ ആ വേദന എനിക്കില്ല, 2 ബ്രസ്റ്റിലും വേദനയില്ല. ആ വേദന അമ്മ മാതാവാണ് എടുത്തു മാറ്റിയത്. അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. അടുത്തതായിട്ട്
ഇതെൻ്റെ മകൻ 2 വയസ്സ് കഴിഞ്ഞിട്ടും തലമുടി ശരിക്കും ഉണ്ടായിരുന്നില്ല. അതായത് തലമുടി മൊട്ടയടിച്ചാൽ എങ്ങനെ ഇരിക്കും ആ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ മറ്റുള്ളവർ ചോദിക്കും, അവന് മുടി മൊട്ടയടിക്കുന്നതാണോ എപ്പോഴും എന്നൊക്കെ. പക്ഷേ മുടി ഇല്ലാത്തതായിരുന്നു. അപ്പോൾ അതെനിക്കൊരു വിഷമമായി. അപ്പോൾ എവിടെ പോയാലും എല്ലാവരെയും ചോദിക്കും, മുടി ഇല്ലല്ലോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ, എന്തെങ്കിലും പ്രശ്നമുള്ളതുകൊണ്ടാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ആരെയും ഡോക്ടർമാരെയും ഒന്നും നമ്മൾ കണ്ടില്ല. ദിവസവും കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരയ്ക്കും. അവൻ്റെ തലയിൽ ഇരുവശത്തും ഞാൻ പുരട്ടി കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അവന് ആവശ്യത്തിനുള്ള മുടിയുണ്ട്. അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. അടുത്തതായിട്ട് ഞാൻ 2021 TTC പഠിക്കുന്നതിനായിട്ട് ഒരു കോളേജിൽ ജോയിൻ ചെയ്തു. ആ സമയത്ത് എൻ്റെ കല്യാണം കഴിയുകയും പ്രഗ്നൻ്റ് ആവുകയും ചെയ്തു. അപ്പോൾ എനിക്ക് തുടർന്ന് പഠിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളുകൊണ്ട് ഞാൻ കോളേജിൽ വിളിച്ച് പറഞ്ഞു, എനിക്ക് തുടരാൻ സാധിക്കില്ല, എൻ്റെ സർട്ടിഫിക്കറ്റുകളൊന്നും നിങ്ങൾ അഡ്മിഷൻ രേഖപ്പെടുത്തി തിരുവനന്തപുരം ഓഫീസിലേക്കാണ് അവർ കൊണ്ടുവന്നത്. അപ്പോൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, ഞാൻ വന്ന് വാങ്ങിച്ചോളാം, അവിടെ വച്ചിരുന്നാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ പോകാൻ നിശ്ചയിച്ചിരിക്കുമ്പോൾ ഒരു കുട്ടി അവിടെ നിന്ന് വിളിച്ച് പറയുകയാണ്, ചേച്ചി വന്ന് വാങ്ങിക്കണ്ട, പോകുമ്പോൾ നല്ലൊരു എമൗണ്ട് അവർ ചോദിക്കും, അപ്പോൾ അത് കൊടുത്തല്ലാതെ ഈ സർട്ടിഫിക്കറ്റ് തരില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നു. ഏകദേശം 3.5 വർഷത്തോളം കഴിഞ്ഞു. ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി വന്ന് പുതുക്കിയിട്ട് പോയ ശേഷം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ എനിക്ക് എന്തെങ്കിലും തുടർന്ന് പഠിക്കണമെങ്കിൽ എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റുകൾ വേണം, പക്ഷേ അവർ ചോദിക്കുന്ന എമൗണ്ട് കൊടുക്കാനൊന്നും എനിക്കില്ല. അമ്മ തന്നെ അവിടെ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ് ഞാൻ തിരികെത്തിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ വചനം ഇതാണ്: എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകും. ആ വചനം എന്നെ ഭയങ്കരമായിട്ട് ശക്തിപ്പെടുത്തി. സന്തോഷത്തോടെ ഞാൻ പോയി കോളേജിൽ ചെന്നു. അവർ 1 രൂപ പോലും എന്നിൽ നിന്ന് വാങ്ങിച്ചില്ല. എൻ്റെ മുഴുവൻ സർട്ടിഫിക്കറ്റുകളും എനിക്ക് തിരികെ നൽകി. അമ്മ മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായി ചെയ്യുന്നത് ഇവിടെ നിന്ന് ലഭിക്കുന്ന പത്രം വാങ്ങിച്ചുകൊണ്ട് പോവും, വിശ്വാസ പ്രമാണം പറഞ്ഞ് ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരയ്ക്കും. ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കാൻ വരുന്നതിന് മുൻപ് തന്നെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതി വയ്ക്കും പേപ്പറിൽ. അപ്പോൾ 3 കെട്ട് പത്രം ഇവിടെ നിന്ന് കിട്ടുമ്പോൾ അതിൽ എത്ര ആവശ്യമാണോ അത്രയും ഞാൻ എഴുതി വയ്ക്കും. അപ്പോൾ ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച ശേഷം പ്രത്യക്ഷീകരണ പ്രാർത്ഥന പേപ്പറിൽ എഴുതിയതിൽ 4 മടക്കി അതിനുള്ളിൽ ഇളക്കി എടുക്കാൻ കണക്കിന് ഒട്ടിച്ച് വെച്ചിട്ടാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. അതായത് ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും ആശുപത്രിയിലൊക്കെ കൊടുക്കും. പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തവരുടെ ഒരു ഗ്രൂപ്പുണ്ട്, പ്രേക്ഷിതർ എന്ന് പറഞ്ഞ്. ആ ഗ്രൂപ്പ് വഴി ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. വൃദ്ധസദന സന്ദർശനം, മാനസിക രോഗികളുടെ സന്ദർശനം, പിന്നെ വ്യക്തിപരമായിട്ട് പൊതിച്ചോറുകൾ കൊടുക്കും. ഞങ്ങളുടെ മുമ്പിൽ കൈനീട്ടുന്നവർക്ക് അവർക്ക് എന്താണ് ആവശ്യം ഉള്ളതുപോലെ കൊടുക്കും. അപ്പോൾ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ നൽകിയ അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. ഞാൻ ഇനിയും ഈ യാത്രയിൽ വരും. കാരണം എൻ്റെ ഉടമ്പടിയിൽ ഞാൻ വച്ചിരിക്കുന്ന നിയോഗങ്ങൾ എല്ലാം തന്നെ മനുഷ്യന് സാധിക്കുന്ന കാര്യമല്ല. ഞാൻ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന നിയോഗങ്ങളായി വെച്ചിരിക്കുന്നത് ദൈവത്തിന് മാത്രമേ നടത്തി തരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഇനിയും എന്നെ പ്രത്യക്ഷ സാക്ഷിയായിട്ട് മാതാവ് ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ജീവിതത്തിൽ വളരെ മനസ്സ് തുറന്ന്, ഒന്നും ഒളിച്ചു വയ്ക്കാതെ മനസ്സ് തുറന്ന് ആത്മാർത്ഥമായിട്ട് കുമ്പസാരിക്കാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. പ്രാർത്ഥനകൾ, ജപമാല കൂടുതലായിട്ട് ഓരോ ദിവസവും കൂടുതൽ ജപമാലകൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ വ്യക്തിപരമായ പ്രാർത്ഥനയായാലും ഇവിടെ അച്ഛൻ പ്രാർത്ഥിക്കുന്ന രീതിയിൽ ഞാൻ അതാണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നാലും പതറിപ്പോകത്തില്ല. പെട്ടെന്ന് വന്ന് മാതാവിന് പോയി പ്രാർത്ഥിച്ച് ബൈബിൾ തുറന്ന് ആ തിരുവചനം എന്ത് പറയുന്നു അതനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. മനുഷ്യരുടെ മറ്റുള്ളവരെ ഞാൻ മനുഷ്യരിൽ കൂടുതൽ ആശ്രയിക്കാതെ കൂടുതലിപ്പോൾ ദൈവം എന്താണ് തിരുവചനത്തിലൂടെ എനിക്ക് പറഞ്ഞു തന്നത് അതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അതിൽ കൂടുതൽ ഭയങ്കര സന്തോഷം എനിക്ക് കിട്ടുന്നുണ്ട്.
മനുഷ്യരെ നമ്മൾ പിരിച്ചെല്ലുമ്പോൾ അത് നമുക്ക് വേദനയാണ് തരുന്നത്. അത് എനിക്ക് ജീവിതത്തിൽ പലപ്പോഴും അനുഭവപ്പെട്ടതാണ്. ഇപ്പോൾ അങ്ങനെയല്ല, തിരുവചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിക്കാൻ, കൂടുതൽ ആഴത്തിൽ തിരുവചനം പഠിക്കാൻ ഇപ്പോൾ എനിക്ക് സാധിക്കുന്നുണ്ട്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒത്തിരിയേറെ നന്ദി പറയുന്നു. ആദ്യമായി തന്നെ ഈ ആൾത്താരയിൽ സാക്ഷ്യം പറയാൻ സഹായിച്ച തിരുക്കുമാരനും മാധ്യസ്ഥം വഹിച്ച അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഷൈനി, വരടിയം ഇടവകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ അപ്പച്ചൻ സൈമൻ, ഇതെൻ്റെ ഭർത്താവ് ഷൈജു, മകൻ ആൽബിൻ. ഞാൻ 2023 ജൂൺ മാസത്തിലാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ആദ്യത്തെ സാക്ഷ്യമെന്ന് പറയുന്നത്, എൻ്റെ അപ്പച്ചനെ ഒരു ഭവനം നിർമ്മിക്കുക എന്ന് പറയുന്നത് വളരെ ആഗ്രഹം ഉണ്ടായിരുന്ന കാര്യമായിരുന്നു. 8 വർഷമായിട്ടും അപ്പച്ചനൊരു ഭവനം വയ്ക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. പല കാര്യങ്ങളിൽ അത് സാമ്പത്തികമായിട്ടും തടസ്സങ്ങൾ നിന്നിരുന്നു. അങ്ങനെ ഒരു ലോൺ പാസ്സാകാൻ വേണ്ടിയിട്ട് കുറേ ശ്രമിച്ചിട്ടും നടന്നില്ല. അങ്ങനെ ഞാൻ ഇന്ന് യോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി ലോൺ പാസ്സാവുകയും വീട് പണി തുടങ്ങുകയും ചെയ്തിരുന്നു. അതിനുശേഷം വീട് പണി തുടങ്ങിക്കൊണ്ട് ഒരാഴ്ച കഴിയുമ്പോഴേക്കും അപ്പച്ചന് സ്ട്രോക്ക് വന്ന് അപ്പച്ചൻ ഹോസ്പിറ്റലിൽ അഡ്മിഷനായി. അവിടുന്ന് തുടർന്ന് പണി ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടും സാഹചര്യങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടുന്ന് ഡോക്ടർ പറഞ്ഞു ഇനി സ്ട്രോക്ക് വന്നു, ഇനി അപ്പച്ചന് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല, മരുന്നുകൾ കഴിക്കുക എന്നുള്ള വേറെ കാര്യമൊന്നുമില്ല, കാണുന്നിടത്തോളം കാണാം എന്ന് മാത്രമാണ് ഡോക്ടർമാർ പറഞ്ഞത്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ വളരെ സങ്കടത്തിലായി. ഇനി പണി പൂർത്തിയാക്കാൻ പറ്റുമെന്ന് വരെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ പോയിരുന്നത്. അങ്ങനെ അവിടുന്ന് കിട്ടിയ ഉടമ്പടി തൈലവും കാശുരൂപം വെച്ച് ദിവസം പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി അപ്പച്ചന് അസുഖങ്ങളൊക്കെ കുറവായി. വീട് പണി വീണ്ടും തുടങ്ങി. അങ്ങനെ വീട് പണി തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വെള്ളത്തിൻ്റെ ക്ഷാമങ്ങൾ അനുഭവപ്പെട്ടപ്പോൾ വെള്ളം വീട്ടിൽ കിട്ടാനില്ലാണ്ടായി. അപ്പോൾ നമ്മൾ കിണറിൽ പോയിട്ട് ഇവിടുന്ന് കിട്ടിയ ഉപ്പ് വെതറി പ്രാർത്ഥിച്ചു, വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് കിണറ്റിലെ വെള്ളം വറ്റിപ്പോയില്ല. ഇതുവരെയും വെള്ളത്തിന് യാതൊരു ക്ഷാമവും ഉണ്ടായിട്ടില്ല. അങ്ങനെ വീട് പണി പൂർത്തിയായി. അമ്മയുടെ ഒരു കൃപ കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ വീട് പണി പൂർത്തിയാക്കാൻ സാധിച്ചത്. അതിന് 1000 അമ്മയ്ക്ക് നന്ദി പറയാണ്. അപ്പച്ചൻ്റെ ഈ രോഗസൗഖ്യം നൽകിയത് അമ്മ മാതാവിൻ്റെ നല്ലൊരു ഇടപെടലുകൾ മാത്രമാണ് അപ്പച്ചനും ഈ രോഗസൗഖ്യം ലഭിച്ചത്. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ചേട്ടന് അലർജി ഉണ്ടായിരുന്നു. 3 വർഷമായിട്ട് ഒരു അലർജി ഉണ്ടായിരുന്നു, സോറിയാസിസ് പോലത്തെ. ശരീരം മൊത്തം അലർജിയായിട്ട് ചൊറിഞ്ഞു തടിക്കുകയായിരുന്നു. അങ്ങനെ പല ഡോക്ടർമാരെയും കാണിച്ചു, പല മെഡിസിനും ഇഞ്ചക്ഷനും ഓയിൻമെൻറ്റും ഒക്കെ പുരട്ടി. യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. അവിടുന്ന് ഡോക്ടർമാർ അവസാനം പറഞ്ഞു, ഇനി വേറെ രക്ഷയൊന്നുമില്ല, ഈ മരുന്ന് പറ്റുക, അല്ലാണ്ട് വേറെ രക്ഷയൊന്നുമില്ല, ദൈവത്തോട് പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ഉടമ്പടിയിൽ വെച്ച് 7ാമത്തെ ഉടമ്പടിയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി തൈലും അതുപോലെ തന്നെ ഉപ്പും കഴിക്കുകയാണ് ചെയ്തിരുന്നത്. വേറെ മരുന്നൊന്നും കഴിച്ചിരുന്നില്ല. അവിടുന്ന് ഒരു 90 ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ ചേട്ടൻ്റെ അലർജി ശരീരത്തിൽ നിന്ന് വിട്ടുമാറി. എനിക്ക് ഇത് ഏറ്റവും സമയം ചുരുക്കമായിട്ടുള്ള മാതാവ് നമ്മുടെ ഇടപെടലിലൂടെ വന്നിട്ടുണ്ട് എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ 3ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ മകന് 8ാം ക്ലാസ് മുതൽ ഈ പനി ശ്വാസമുട്ടൽ ഇടവിട്ട് വരുമായിരുന്നു. പലപ്പോഴും എക്സാമൊന്നും എഴുതാൻ പറ്റിയിരുന്നില്ല, സ്കൂളിൽ പോകുമായിരുന്നില്ല. ആകെ ഒരു ടെൻഷൻ പിടിച്ച പോലെയായിരുന്നു അവനായിരുന്നത്. പിന്നീട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു. അവന് ദിവസം ഞാൻ തേനും അതുപോലെ ഉടമ്പടി തൈലും ഉപ്പും എല്ലാം കൊടുത്തിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവനിപ്പോൾ 10ാം ക്ലാസ് നന്നായി പരീക്ഷ എഴുതി ജയിച്ചു. ഇപ്പോൾ +1 പഠിക്കണു. ഇപ്പോൾ യാതൊരു അസുഖവും, അതിന് ബുദ്ധിമുട്ടായിട്ടുള്ള യാതൊരു അസുഖം, പനിയോ ശ്വാസമുട്ടലോ യാതൊരു അസുഖം അവനില്ല. അമ്മ മാതാവ്, സമയച്ചുരുക്കത്തിൻ്റെ മാതാവ് അമ്മ അനുഗ്രഹിച്ചു. 4ാമതായി എനിക്ക് പറയാനുള്ളത്, എൻ്റെ ചേട്ടന് തേപ്പ് പണിയാണ്. അപ്പോൾ അവിടെ പണിസ്ഥലത്ത് വെച്ചിട്ട് 20 അടി നീളമുള്ള ഒരു ഇരുമ്പ് കമ്പി തലയിൽ വന്ന് വീഴുകയുണ്ടായി. സഞ്ചാരി മാതാവ്, ഒരു സംരക്ഷകനുമായ മാതാവ് കൂടെയുള്ളതിനാൽ തന്നെ ഒരു അപകടമില്ലാതെ എൻ്റെ ചേട്ടനെ രക്ഷപ്പെടുത്തി. എല്ലാം അനുഗ്രഹിച്ച അമ്മ മാതാവിന് 1000 നന്ദി പറയാണ്. ഇനി എനിക്ക് പറയാനുള്ളത്, പ്രേക്ഷിത വര എന്ന് പറയുന്നത് ഞാൻ പത്രം കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. പിന്നെ ആത്മീയ ജീവിതം പറയുന്നത് 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുമായിരുന്നു. കുർബാനയിൽ പങ്കെടുക്കും ദിവസം കൊന്ത ചെല്ലുമായിരുന്നു. പിന്നെ എനിക്ക് മുന്നേ 2ാം സാക്ഷ്യമാണെന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ആദ്യത്തെ സാക്ഷ്യത്തിൽ തന്നെ എനിക്ക് അമ്മ മാതാവ് സ്വപ്നത്തിൽ വന്ന് എന്നോട് സംസാരിക്കേണ്ടായി, കൃപാസനത്തിൽ പോകണ്ടേ എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ ആദ്യം തന്നെ അമ്മ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ഇതെല്ലാം അനുഗ്രഹം തന്ന അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു.